പരിശുദ്ധമായ റജബ് മാസം അതിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങൾ നാം അനുഭവിക്കുകയാണ്. 11 യാസീൻ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന രൂപത്തിൽ പരിശുദ്ധമായ റജബ് മാസം തീരുന്നതിൻ്റെ മുമ്പായി നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സഹായമാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ സഹായമാണ്. എങ്ങനെയാണ്, എന്താണ്, എപ്പോഴാണ് എന്നൊക്കെ വളരെ കൃത്യമായി അറിയാൻ ഇപ്പോൾ തന്നെ വീഡിയോ മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. മാ ബഅദ്. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് റജബ് 6-ാം രാവ് നാം അനുഭവിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ റജബ് 6 പുണ്യസമയങ്ങൾ, പുണ്യമാസങ്ങൾ, പുണ്യ ദിവസങ്ങൾ നാം അനുഭവിക്കുമ്പോൾ അൽഹംദുലില്ലാ റജബിലെ നോമ്പ്, 96ന്റെ നോമ്പ്, ഇന്ന് തിങ്കളാഴ്ചയുടെ നോമ്പ് ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്രമങ്ങളെ കൊണ്ട് മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും ഭൂമിയിൽ മനുഷ്യന്മാരെ പടക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടൊരു അഭിപ്രായം ചോദിച്ചു. ഞാൻ മനുഷ്യരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പടക്കാൻ, നിങ്ങളുടെ അഭിപ്രായം എന്താ? മലക്കുകൾ നെഗറ്റീവ് അടിച്ചു. അവർ പറഞ്ഞു, എന്തിനാണ് റബ്ബേ മനുഷ്യനെ പടക്കുന്നത്? ജിന്നിനെ പടച്ചത് ഓർമ്മയില്ലേ? മനുഷ്യരും ഫിത്നയുണ്ടാക്കും. അല്ലാഹ് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം കേട്ടോ. മലക്കുകളോട് അല്ലാഹ് പറഞ്ഞ മറുപടിയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്നറിയോ? മുഫസ്സിരീങ്ങൾ പറയാണ്, ബഹുഭൂരിഭാഗം ആളുകളും ഇവിടെ ഫിത്നയുണ്ടാക്കി ധിക്കാരികളായി, അഹങ്കാരികളായി, നന്ദികേട് കാണിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു വിഭാഗമുണ്ട്, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, അവരോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ, അവരോട് ചങ്ങാത്തത്തിലായി കഴിഞ്ഞാൽ, അവരോട് സുഹബത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവും ആഖിറവും നേടിയെടുക്കാൻ കഴിയും. 10 വർഷം അള്ളാന്റെ റസൂലിനെ സേവനം ചെയ്ത സഹാബി അനസ് റളിയല്ലാഹു തആല അൻഹു വരെ പറഞ്ഞത്, ഞാൻ അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്ന കാരണം അവര് പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്ക് പോകാൻ, അവരെന്തായാലും സ്വർഗത്തിൽ പോകുന്ന ഉറപ്പല്ലേ എന്നാണ് അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അപ്പൊ ഔലിയാക്കളെ പിടിക്കുക എന്നുള്ളത് ദുനിയാവിലും നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരം കിട്ടും, ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും. എങ്ങനെയാണ് ഔലിയാക്കളെ പിടിക്കുക? ഔലിയാക്കളുമായി സുഹബത്തിലാവുക, അവരുമായി ചങ്ങാത്തത്തിലാവുക, അവരുമായി കൂട്ടുകൂടുക, അവർക്ക് വേണ്ടി യാസീൻ ഓതണം, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതണം, അവരുടെ മൗലിദ് ഓതണം, അവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യണം. അവരുടെ ആണ്ട് ദിനങ്ങൾ വരുമ്പോഴെങ്കിലും ഒരു യാസീൻ ഓതി ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ പൊരുത്തം നമുക്ക് കിട്ടും. നമുക്ക് അവരെയും പരിചയമുണ്ടാകും, അവർക്ക് നമ്മെയും പരിചയമുണ്ടാകും. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റജബ് മാസത്തിൽ വഫാത്തായ ഒരു 11 മഹാനുഭാവന്മാരുടെ പേരിൽ നമ്മൾ 11 യാസീൻ ഓതുകയാണ്. 11 യാസീൻ ഓതി കഴിഞ്ഞാൽ ഈ 11 മഹാനുഭാവന്മാരുടെയും പൊരുത്തം നമുക്ക് റജബിൽ നേടിയെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ വർഷവും പതിവാക്കണം. ഈ വർഷം ഒരു തുടക്കമാകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ 2-3 ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും 2-3 ദിവസം മുമ്പ് റജബ് 1 വഫാത്തായ മഹാനുഭാവന്മാരുടെ പേരിൽ നമുക്ക് റജബ് കഴിയുന്നതിന് മുമ്പായിട്ട് യാസീൻ ഓതിയാൽ മതി. ഇൻഷാ അല്ലാഹ് അവരുടെ ആണ്ടുമാസം എന്നുള്ള നിലയ്ക്ക്. ഇൻഷാ അല്ലാഹ് 1-ാമത്തെ മഹാനുഭാവൻ റജബ് 1 മരണപ്പെട്ടു പോയ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. ഒരു യാസീൻ നമ്മൾ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഓതുക. താബിഈങ്ങളുടെ നേതാവാണ്, താബിഈങ്ങളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. സൂഫിയാണ്, ഒരുപാട് മുരീദന്മാരുള്ള മഹാനുഭാവനാണ്. അതുപോലെ റജബ് 1 തന്നെ വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ശോഭിച്ചു നിൽക്കുക പാണക്കാട് തങ്ങന്മാര്.
നമ്മൾ പല തങ്ങന്മാരെയും അങ്ങനെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ആത്മീയ രംഗത്തും തിളങ്ങി നിന്ന ഒരു വലിയ പണ്ഡിതനും മഹാനുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ റജബ് 1 വഫാത്തായത്. റജബ് 3 മരണപ്പെട്ടു പോയ വഫാത്തായ മഹാൻ ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ ഉവൈസ് അൽ ഖർനി റഹിമഹുല്ലാഹ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച പക്ഷേ റസൂലുള്ളാഹിയെ കാണാൻ കഴിഞ്ഞില്ല, ഉമ്മയെ പരിചരിച്ച കാരണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖറൻ എന്ന് പറയുന്ന ദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉവൈസിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ സലാം ഉവൈസിനോട് പറയണം എന്ന് ഏൽപ്പിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച അത്രയും ഉന്നതനായ മഹാനാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി. ബഹുമാനപ്പെട്ടവരെ അറിയാത്തവർ വളരെ വിരളമായിരിക്കും. റജബ് 3 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. റജബ് 5 വഫാത്തായ മഹാൻ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്. പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്കറിയാം. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം യാതൊരു സംശയമില്ലാത്ത ഹദീസുകളാണ്. ആ പരിശുദ്ധമായ മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് അതിൻ്റെ മുസന്നിഫ്, അതിൻ്റെ സാഹിബ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റജബ് 5 വഫാത്തായ മഹാനാണ്. റജബ് 6 വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇന്ന് ബഹുമാനപ്പെട്ട അജ്മീർ ഷെയ്ഖിന്റെ ആണ്ട് രാവാണ്. റജബ് 6 രാവാണ് ഇന്ന്. നാളെ റജബ് 6 പകലാണ്. ഇൻഷാ അല്ലാഹ് അജ്മീർ ഷെയ്ഖിന്റെ പേരിൽ നമ്മൾ യാസീൻ ഓതാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. അതുപോലെ റജബ് 11 വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട കണ്ണിയാല മൗല റഹിമഹുല്ലാഹ്. പരിശുദ്ധമായ ഒരുപാട് ത്വരീഖത്തുകൾ വന്നു ചേരുന്നൊരു മഹാനാണ്. കേരളത്തിൻ്റെ അകത്തും പുറത്ത് ഒരുപാട് മുരീദന്മാരുള്ള പട്ടിക്കാട് ഭാഗത്ത്, പെരിന്തൽമണ്ണ ഭാഗത്ത് അന്തിയുറങ്ങുന്ന ബഹുമാനപ്പെട്ട കണ്ണിയാല മൗല അബ്ദുല്ലാഹി കണ്ണിയാല മൗല റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ടവർ റജബ് 11 വഫാത്തായത്. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ യാസീൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുക. മറ്റൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റഹിമഹുല്ലാഹ്. റജബ് 13 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. ഹദീസ് പണ്ഡിതനാണ്. അതുപോലെ റജബ് 23 വഫാത്തായ മഹാനാണ് ഇബ്നു ഹജറിനിൽ ഹൈതമി റഹിമഹുല്ലാഹ്. തുഹ്ഫ എന്നറിയപ്പെടുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം, ഫിഖ് ഗ്രന്ഥം അറിയപ്പെട്ട ഗ്രന്ഥമാണ് അത്. ആ ഗ്രന്ഥത്തിന്റെ സാഹിബായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ ഹൈതമി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ റജബ് 23 വഫാത്തായത്. വലിയ മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ പേരിൽ യാസീൻ ഓതാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ റജബ് 24 വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ്. ഇമാം നവവി റഹിമഹുല്ലാഹ് 40 വയസ്സ് മാത്രമാണ് ജീവിച്ചതെങ്കിലും 80 വയസ്സിന്റെ കിതാബുകൾ എഴുതി ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകിയ ഒരു മഹാനാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായ ദിവസമാണ് റജബ് 24. അതുപോലെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് ആരിഫീങ്ങളിൽ പ്രമുഖനാണ്. ആരിഫീങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവർ റജബ് 27 വഫാത്തായത്. അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ യാസീൻ ഓതുക. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. നാം നമസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ഏതൊരു മഹാനുഭാവനെ അനുധാവനം ചെയ്തുകൊണ്ടാണോ ആ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ടവർ റജബ് 29 വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തുക. 11ഓളം റജബിൽ വഫാത്തായ മഹാനുഭാവന്മാർ, റജബിൽ വഫാത്തായ ധാരാളം മഹാനുഭാവന്മാർ വേറെയുമുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ 11 മഹാനുഭാവന്മാരുടെ പേരിൽ നമ്മൾ യാസീൻ ഓതുക. നമ്മൾ ഒരു യാസീൻ ഓതിയിട്ട് അത് ഹദിയ ചെയ്യുമ്പോൾ അല്ലാഹുവേ ഞാൻ ഇന്ന മഹാനുഭാവന്റെ പേരിലാണ് യാസീൻ ഓതിയത്, അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അതോടൊപ്പം റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്കും മറ്റു എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ് എന്ന നിയ്യത്തോടെയാണ് നമ്മൾ യാസീൻ ഓതേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനുഭാവന്മാരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ, അവരുടെ സുഹബത്ത് നൽകട്ടെ, അവരുടെ സഹായം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകട്ടെ. ഇവർക്ക് നമ്മൾ യാസീൻ ഓതി ദുആ ചെയ്യുന്നതിലൂടെ ഈ പരിശുദ്ധമായ റജബ് മാസം കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.